MA ഷഹനാസ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. രാഹുലിനെതിരെ നേരത്തെ ശക്തമായ നിലപാടെടുത്തിരുന്നു ഷഹനാസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റായിരുന്നു. കേരളത്തിലെ സ്ത്രീകൾക്ക് എന്താ പറയാ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം, ഇപ്പോൾ മെന്റൽ ട്രോമയിൽ അകപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള ഇരകൾക്ക് ഒരു ധൈര്യം ഉണ്ടാകാനുള്ള ഒരു നടപടിയായിട്ട് ഇതിനെ കാണുന്നു. ജാമ്യം നിഷേധിക്കപ്പെട്ടപ്പോഴും എല്ലാ കാലത്തും സ്ത്രീകൾ ഇരകളാകപ്പെട്ട സ്ത്രീകൾ അനുഭവിച്ച മെന്റൽ ട്രോമയുണ്ട്. അവർ അനുഭവിക്കുന്ന ഒരു സമാധാനത്തിനൊപ്പമാണ് ഞാൻ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ എപ്പോഴോ രാജിവെക്കേണ്ടതാണ്. രാജി പോലും വെക്കാതെ MLA ആയിട്ട് തുടരുന്ന ഒരു വ്യക്തിയെ പാലക്കാടുള്ള ജനങ്ങൾ ഇപ്പോഴും ചേർത്ത് പിടിക്കുകയും ഇന്നലെയൊക്കെ അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരുപാട് സ്ത്രീകളെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം എന്താണ് ഇങ്ങനെയെന്ന് ആലോചിച്ചു പോയിട്ടുണ്ട്. അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ അയാൾ ഇതിനു മുമ്പേ രാജിവെക്കേണ്ടതായിരുന്നു. ഇതുവരെ രാജിവെക്കാത്തതുകൊണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തികളും നമുക്കറിയാലോ അദ്ദേഹം എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. വളർന്നു വരുന്ന ഓരോ കുട്ടികൾക്ക് പോലും ഇങ്ങനെ ആവരുത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വ്യക്തിത്വം കൂടിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നത്. മുതിർന്ന നേതാവ് ഉൾപ്പെടെ കഴിഞ്ഞ ആഴ്ച പോലും രാഹുലിനെ വീണ്ടും സീറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്താണ് അവരുടെ സന്തോഷം? കോൺഗ്രസിലെ സ്ത്രീകൾ കൂടുതൽ അവരെങ്ങനെയാണ് കോൺഗ്രസ് സ്ത്രീകളെ? അങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനകത്ത് ഇനിയും അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കുമെന്ന ഒരു വിചാരം എനിക്കില്ല. പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കോൺഗ്രസിനകത്ത് ഇനി ഒരു സീറ്റ് കൊടുക്കുന്നത്? ഏതെങ്കിലും നേതാക്കൾ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ്, അതൊരു പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും പുറത്തു വരാനുള്ള ഇരകൾ ഒരുപാടുണ്ട് എന്ന് വ്യക്തമായി അറിയാം. അവരൊക്കെ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇതുപോലെയുള്ള സമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല, സാഹിത്യ മേഖല, സിനിമാ മേഖല അടക്കമുള്ള ഇടങ്ങളിൽ ഇതുപോലെ വേട്ടക്കാരന്മാർ നിൽക്കുമ്പോൾ സ്ത്രീകൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. ഇതുപോലെ സ്ത്രീകളെ ചൂഷണം ചെയ്ത് പീഡനം ചെയ്ത് മുന്നോട്ട് പോകുന്ന വേട്ടക്കാരന്മാരെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നത് അവർക്ക് മാത്രമുള്ള നീതിയല്ല, ഇനി മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക്, ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി സുരക്ഷിതത്വമായി മുന്നോട്ട് പോകാനുള്ള ഒരു അടയാളപ്പെടുത്തൽ കൂടി ഇരകൾ കാണിക്കേണ്ടതുണ്ട്. മുന്നോട്ട് ധൈര്യമായിട്ട് വരിക. ഇവിടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ബുള്ളിയിങ് അല്ല, അല്ലാതെ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് വരണം തന്നെയാണ് ഇരകളായിട്ടുള്ള സ്ത്രീകളോട് ഇനിയും പറയാനുള്ളത്. ഷഹനാസാണ് രാഹുലിനെതിരെ അതിരൂക്ഷ വിമർശനം നടത്തുന്നത്. നേരത്തെ തന്നെ നിലപാടെടുത്തതാണ്. അത് രാഹുൽ ഇത്രയധികം സ്ത്രീ പീഡകനാണ് എന്ന കാര്യം നേരത്തെ തന്നെ പറഞ്ഞതാണ്. രാഹുലിനെതിരെ കൂടുതൽ നടപടി വേണമെന്നതാണ് അവരുടെ ആവശ്യം. രാഹുലിനെതിരെ എന്തായാലും അതിരൂക്ഷ പ്രതികരണങ്ങളാണ് രാവിലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ക്യാമ്പുകൾ കൈവിട്ട് കഴിഞ്ഞു. വി അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, കോൺഗ്രസ് ക്യാമ്പ് രാഹുലിനെ കൈവിട്ട് പ്രതികരണം നടത്തുകയാണ്. പക്ഷേ ഇപ്പോഴും ഉയരുന്ന സമ്മർദ്ദം MLA സ്ഥാനത്തു നിന്ന് രാജിയാണ്. തങ്ങളതിൽ ഹെൽപ്ലെസ് ആണ്, അത് രാഹുലിൻ്റെ തീരുമാനമെന്ന് പറയുന്നു. പക്ഷേ ഇതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയായി മാറുമല്ലോ. അപ്പോൾ തദ്ദേശത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ രാഹുലിൻ്റെ അറസ്റ്റും തുടർ കാര്യങ്ങളും, വരും ദിവസങ്ങളിൽ രാഹുലിൻ്റെ അറസ്റ്റും മൊഴിയെടുക്കലും വിശദാംശങ്ങളും ഒക്കെ പുറത്തു വരാനിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുമല്ലോ അരുൺ. തീർച്ചയായിട്ടും ഇപ്പോൾ സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ഷഹനാസാണ് പ്രതികരിച്ചത്. ഷഹനാസ് നേരത്തെയും രാഹുലിനെതിരെ നിലപാടെടുക്കുകയും അതിന്റെ പേരിൽ വലിയ വിമർശനങ്ങളൊക്കെ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ നേരിടേണ്ടി വന്ന വനിതാ നേതാവ് കൂടിയാണ്. ഏതായാലും മറ്റു നേരത്തെ കെ മുരളീധരൻ പ്രതികരിച്ചു, പുറത്താക്കിയ ആൾ എന്താണ്, ഞങ്ങൾ അയാളെ എങ്ങനെയാണ് സമ്മർദ്ദത്തിൽപ്പെടുത്തേണ്ടത്, അയാൾ നേരത്തെ പുറത്താക്കപ്പെട്ട ആളാണെന്നൊരു പ്രതിരോധമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും രാഹുൽ MLA എന്നത് വസ്തുതയാണ്, വാസ്തവമാണ്. ഇപ്പോൾ ഒരുപക്ഷെ ജാമ്യം ലഭിച്ച് പുറത്തു വന്നാൽ പോലും 20 ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിന് പങ്കെടുക്കാൻ കഴിയും. അതിന് നിയമപരമായ ഒരു തടസ്സവുമില്ല. അവിടെയാണ് മറ്റു നീക്കം ഇപ്പോൾ നിയമസഭയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന സൂചനകൾ സ്പീക്കറുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നത്. അതിങ്ങനെയാണ്, രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നടപടികൾ നിയമസഭ ആലോചിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ വിവരം. ഒരു അംഗത്തെ അയോഗ്യനാക്കണമെങ്കിൽ കൃത്യമായ ചട്ടങ്ങൾ പാലിക്കേണ്ടത്. അത് ഇത്തരമൊരു കേസ് വരുമ്പോൾ അയോഗ്യതയ്ക്ക് വഴിയുണ്ടോ, സ്കോപ്പുണ്ടോ എന്ന കാര്യത്തിൽ വളരെ കൃത്യമായി തന്നെ നിയമസഭാ സെക്രട്ടേറിയറ്റ് നിയമോപദേശം തേടുമെന്നാണ് സ്പീക്കർ AN ഷംസീർ വ്യക്തമാക്കിയത്. അതായത് രാഹുൽ എന്ന
രാഹുൽ MLA തുടർന്ന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. അയാളെ അതുകൊണ്ട് തന്നെ അയോഗ്യനാക്കണം നിലപാടാണ് സ്പീക്കർ വ്യക്തമാക്കിയത്. അതിന്റെ നടപടികൾ നിയമ ഉപദേശം അടക്കം നടപടികളിലേക്ക് ഇപ്പോൾ സ്പീക്കറുടെ ഓഫീസ് നിയമസഭാ സെക്രട്ടേറിയറ്റും കടക്കുകയാണ്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ രാഹുലിന്റെ കേസ് വരുമ്പോൾ തന്നെ റിപ്പോർട്ടൊരു കാര്യമുണ്ടായിരുന്നു. നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ ഇടപെടൽ. ഏതെങ്കിലും MLA രാഹുലിനെതിരെ പരാതി നൽകിയാൽ, എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി ഇടപെടൽ ആവശ്യപ്പെട്ട പരാതി നൽകിയാൽ ആ നടപടികളുമായി മുന്നോട്ട് പോകാം. അതും ഇപ്പോൾ സ്പീക്കർ സ്ഥിരീകരിക്കുകയാണ്. രാഹുലിനെതിരെ അത്തരമൊരു നടപടിക്ക് നീക്കമുണ്ട്. അത്തരം പരാതികളുമായി ബന്ധപ്പെട്ട് MLA മാർ സ്പീക്കറുടെ ഓഫീസിലെ ബന്ധപ്പെട്ടിരുന്നു. അവർ പരാതിയുമായി വന്നാൽ ആ നടപടിയുമായി മുന്നോട്ട് പോകും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടി അയോഗ്യരാക്കാനുള്ള ശ്രമങ്ങളും നിയമസഭ ആരംഭിച്ചിരിക്കുകയാണ്. നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത്. അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ ഇത്തരം നിർണായക നീക്കങ്ങൾ സഭയുടെ ഭാഗത്തുണ്ടായേക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിലും അയാളെ പുറത്താക്കാനുള്ള വഴികളാണ് സ്പീക്കർ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. അതനുസരിച്ചുള്ള നീക്കങ്ങളും ഉണ്ടായേക്കാം. ഏതായാലും രാഹുലിനെ പൂർണ്ണമായി തള്ളിപ്പറയുന്ന കോൺഗ്രസ് അയാൾ MLA സ്ഥാനം തുടരുന്നത് എങ്ങനെ തങ്ങൾ ഒഴിവാക്കും എന്ന കാര്യത്തിൽ നിസ്സഹായതയാണ് പ്രകടിപ്പിക്കുന്നത്. അയാൾ പാർട്ടിയിലുള്ള ആളല്ല, പക്ഷേ കോൺഗ്രസ് ടിക്കറ്റ് വിജയിച്ചു വന്ന ആൾ തന്നെയാണ്. അയാളെ പുറത്താക്കാൻ മറ്റൊരു വഴിയുമില്ല, MLA സ്ഥാനത്ത് രാജിവെപ്പിക്കാൻ മറ്റൊരു വഴിയുമില്ല എന്ന നിസ്സഹായാവസ്ഥയിൽ കൈമലർത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ. അതാണ് കോൺഗ്രസിന്റെ നിലപാട് അരുൺ സൂചിപ്പിക്കുന്നത് പോലെ. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് തന്നെയായി മാറുകയാണ്. തങ്ങൾ കക്ഷിയല്ല, രാഹുൽ സ്വയം തീരുമാനിക്കട്ടെ എന്നതാണ്. ഇനി രാഹുലിന് സീറ്റ് പോലും കൊടുക്കില്ല എന്ന് കോൺഗ്രസ് കൈയൊഴിയുകയാണ്. പക്ഷേ കോൺഗ്രസ് MLA ആയി തുടരുന്ന രാഹുൽ അത് കോൺഗ്രസ് ഒരു ബാധ്യത തന്നെയാണ് ഇപ്പോഴും എന്നതാണ് സാഹചര്യം. ദൃശ്യങ്ങൾ കാണുന്നത് അവിടെ നടന്ന പ്രതിഷേധമാണ്. എന്തായാലും രാഹുലിന്റെ വൈദ്യപരിശോധന പൂർത്തിയായി ഇനിയുള്ള തുടർ നീക്കങ്ങൾ കൂടി നമുക്ക് കരുതാം. എന്തായാലും പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയായി ഇന്നത്തെ ഒരു പകൽ ദിനം മാറുകയാണ്. രാഹുൽ മാങ്കൂട്ടം വിവാദം കേരള രാഷ്ട്രീയത്തെ പിടിച്ച് ചർച്ച ചെയ്യുകയാണ്. രാഹുൽ മാങ്കൂട്ടം എന്നൊരു MLA കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കേൾക്കാത്ത കാഴ്ചകൾ. പത്തനംതിട്ടയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ദൃശ്യങ്ങൾ കാണാം അവിടുത്തെ ഒരു പ്രതിഷേധത്തിന്റെ ആർജവം. അവിടെ BJP ഉണ്ട്, ഒപ്പം യൂത്ത് DYFIയുടെ പ്രതിഷേധമൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധന അവിടെ പുരോഗമിക്കുകയാണ്. ഡാൻ കുര്യൻ നമുക്കൊപ്പം ഉണ്ടെന്ന് കരുതുന്നു. ഡാൻ, വലിയ പ്രതിഷേധമാണ്, ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു. പത്തനംതിട്ടയിലെ ഡാൻ തുടരൂ. ഡാൻ, സജിത്ത്, സമാനതകളില്ലാത്ത പ്രതിഷേധത്തിനാണ് പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രി പരിസരം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പോലീസ് സുരക്ഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഇവിടേക്ക് എത്തിച്ചതെങ്കിലും ആ പ്രതിഷേധകർക്ക് നടുവിലൂടെ ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് രാഹുലിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞത്. പക്ഷേ പരിശോധനകൾ പൂർത്തിയാക്കിയിരിക്കുന്ന ഒരുപക്ഷെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസ് 2 വഴികൾ ഒരുക്കി രാഹുലിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ വഴി ക്രമീകരിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം, ഏതാനും മിനിറ്റുകൾക്കകം രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്കിറക്കി എനിക്ക് പിന്നിൽ കാണുന്ന ഈ വാഹനത്തിലേക്കായിരിക്കും രാഹുലിനെ കയറ്റുക. ആ വാഹനം അടുപ്പിക്കുകയാണ് ജനറൽ ആശുപത്രിയുടെ പ്രധാനപ്പെട്ട കോമ്പൗണ്ടിന് അടുത്തേക്ക്. വലിയ ശ്രമകരമായ ദൗത്യം പോലീസ് നടത്തുന്നു. കാരണം 2 യുവജന സംഘടനകളുടെ പ്രതിഷേധം വാഹനത്തിന്റെ വലതും ഇടതും വശങ്ങളിൽ നടക്കുന്നു. അതിന് നടുവിലൂടെയാണ് രാഹുലിനെ അകത്തേക്ക് കൊണ്ടുവരേണ്ടത്. അതാണ് പോലീസിന്റെ മുന്നിലെ വെല്ലുവിളി. വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു. ഇവിടുന്ന് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് പ്രധാനപ്പെട്ട ദൗത്യം. അതാണ് ഈ വാഹനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കയറ്റേണ്ടത്. ആ വാഹനം, പോലീസ് വാഹനം ആശുപത്രിയോട് അടുപ്പിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ അല്പസമയത്തിനകം ജനറൽ ആശുപത്രിയിൽ നിന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ രാഹുലിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാനായി പുറത്തേക്ക് ഇറക്കുന്നു. വലിയ പ്രതിഷേധം റോഡിന്റെ 2 വശങ്ങളിലും ആശുപത്രിയുടെ 2 വശങ്ങളിലും നടക്കുന്നു. അതിന്റെ നടുവിൽ വലിയ ശ്രമകരമായ ദൗത്യത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ വാഹനത്തിലേക്ക് കയറ്റാനുള്ള നീക്കം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് പുരോഗമിക്കുന്നത്. സമാനതകളില്ലാത്ത പ്രതിഷേധം. ആ പ്രതിഷേധങ്ങൾക്ക് നടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാനായി പോലീസ് ഇവിടെ നിന്ന് ജനറൽ ആശുപത്രിയിൽ നിന്ന് മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.